ഞാൻ ഈ വണ്ടിക്ക് തിരക്ക് പിടിച്ച് പോകണേ ഞങ്ങൾ സിനിമ കാണാൻ പോവാണ് കേട്ടോ. 7:15 തുടങ്ങുന്ന സിനിമയ്ക്ക് ഞാൻ പോയത് 6:56 ആയപ്പോഴത്തേക്കും. പിന്നെ അടുത്തായെന്നുള്ളൊരു സമാധാനം ഉണ്ടായിരുന്നു. അവിടെ മുടി പോലും കെട്ടാതെയാണ് വണ്ടിയിലേക്ക് ചാടിപ്പറിച്ചത്. ഇവിടെ അടുത്തുള്ള ആലക്കുന്തറ പാൻസിൽ മാസിലേക്കായിരുന്നു ഞങ്ങൾ പോയത്. തൃപ്പൂണിത്തുറയൊക്കെ നോക്കാൻ നേരത്തേക്ക് എത്തില്ല, അതുകൊണ്ടാണ് ഇവിടെ തന്നെ എടുത്തത് കേട്ടോ. ഇവിടെയാണെങ്കിൽ ഒരു കുഴിയിലാട്ടോ തിയേറ്റർ. പിന്നെ ഇവിടെ വന്ന് നേരെ വണ്ടി വെച്ചപ്പോഴത്തേക്കും ഇവിടെ ഫുള്ള് പാർക്കിംഗ് ഫീലാട്ടോ. പിന്നെ മുടി ഒന്ന് കെട്ടാമെന്ന് വിചാരിച്ച് വീട്ടിൽ നിന്ന് മുടി കെട്ടാതൊക്കെയാണല്ലോ വന്നത്. കയ്യിൽ ബുഷ് ഇട്ടിട്ടാണ് ഞാൻ വന്നത്. പിന്നെ മുടിയൊക്കെ കെട്ടി നേരെ ഞാൻ അകത്തേട്ട് കയറിയിട്ടാ. ഞാനും ഇവനും മാത്രമേ ഉള്ളൂ കേട്ടോ. പെട്ടെന്നുള്ള തീരുമാനമായിരുന്നു സിനിമയ്ക്ക് പോകാമെന്നുള്ളത്. വേറെ ഒന്നിനും കേട്ടോ. ആട് 3 കാണാനാണ്. ആട് 3 എന്ന് പറഞ്ഞപ്പോൾ തന്നെ എല്ലാവരും എന്നോട് ചോദിച്ചു ഉറങ്ങാൻ പോവാണോ എന്നായിരുന്നു ചോദിച്ചത്. അതെന്താണെന്ന് എനിക്ക് ഈ സിനിമ കണ്ടു കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത്. അനീഷാണെങ്കിൽ ഇത് സ്പ്രൈറ്റും പോപ്കോണൊക്കെ മേടിക്കാമെന്ന് പറഞ്ഞ് പോയതാണ്. പക്ഷേ റേറ്റ് കേട്ടപ്പോൾ അവൻ അതുപോലെ തന്നെ തിരിച്ചു പോകുന്നു. പിന്നെ പെട്ടെന്ന് തന്നെ ഞങ്ങൾ സിനിമ കാണാൻ വേണ്ടി ഞങ്ങൾ കയറിയിട്ട് സിനിമ കാണാൻ പോകുമായിരുന്നു കേട്ടോ. ഇനിയിപ്പോൾ സിനിമയൊക്കെ കണ്ടു കഴിഞ്ഞിട്ടൊക്കെ നമുക്ക് കാണാം കേട്ടോ. ഇൻ്റർവെൽ ആയപ്പോഴത്തേക്കും ആണെങ്കിൽ ഞാൻ ഭയങ്കര പോസ്റ്റായിരുന്നു. അന്വേഷിച്ച് താഴേക്കും പോയിട്ടാ. ഞാനാണെങ്കിൽ എല്ലാ പ്രാവശ്യം പ്ലാറ്റിനത്തിലാണ് ഇരിക്കാറ്. ഇപ്രാവശ്യം ഗോൾഡിലായിട്ട് ഇരുന്നത്. കാരണം ഇവിടെ 2 സീറ്റും ഏതാണ്ടൊക്കെ ഒരേപോലെയാണ്. ചില തിയേറ്ററുകളിൽ എന്ന് പറഞ്ഞാൽ ബാക്കിലെ സീറ്റ് സോഫ ആയിരിക്കുമല്ലോ. എനിക്കാണെങ്കിൽ സോഫയിൽ ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് ഞാൻ എപ്പോഴും പുറകിലത്തെ സീറ്റായിട്ടാണ് ബുക്ക് ചെയ്യാറ്. ഇവിടെ എല്ലാം ഒരേപോലെ ആയതുകൊണ്ട് തന്നെ ഞാൻ അങ്ങനെ ഗോൾഡ് പ്ലാറ്റിനം നോക്കിയില്ല. പിന്നെ അങ്ങനെ സിനിമയൊക്കെ കണ്ട് ഇറങ്ങി ഞങ്ങൾ നേരെ ഇനി വീട്ടിലേക്ക് പോകണം കേട്ടോ. സിനിമയുടെ നെക്സ്റ്റ് പാട്ടും കൂടെ ഉണ്ടോ, അതെന്തിനാണെന്ന് എനിക്കിതുവരെ മനസ്സിലായില്ല. ഞങ്ങളങ്ങനെ അത് പറഞ്ഞ് നേരെ വീട്ടിലേക്ക് പോയി.